ഹായ് ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്, മുരിങ്ങയില മെഴുക്കുവരട്ടി. അപ്പോൾ ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ വെച്ച് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെയൊക്കെ കുഞ്ഞിലെ ഇതൊക്കെ ഞങ്ങളുടെ അമ്മ വെച്ച് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഒന്നും മടുപ്പിക്കാതെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ മുരിങ്ങയില നന്നായിട്ട് എല്ലാം വൃത്തിയായിട്ട് നോക്കി കഴുകി പെറുക്കി എടുത്ത് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ നന്നായിട്ട് ഇലയൊക്കെ നോക്കിയെടുക്കണം. ചിലന്തി വല, അങ്ങനത്തെ ചിലന്തി വല കെട്ടിയിരിക്കും. അതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ പൊടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് കൊറോണ വന്നതുപോലെ തന്നെ അതിൻ്റെ വകഭേദം അടുത്തതും വന്നു. അപ്പോൾ എല്ലാവരും ജാഗ്രത എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നമ്മൾ ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിനെയും മുമ്പത്തെ പോലെ തന്നെ തുരത്തി ഓടിച്ച് നിർത്താനൊക്കത്തുള്ളൂ. അപ്പം പിന്നെ നമുക്ക് പേടിക്കാതെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിയൊക്കെ നടക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, മാസ്ക് ഉപയോഗിക്കുക, സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക, അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെയുള്ള സാമൂഹിക അകലം പാലിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. ഒത്തിരിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് ഒത്തിരി രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക. നമ്മൾ സ്വയം ഡോക്ടറാവാതിരിക്കുക. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് മാസ്കൊക്കെ ഇട്ട് വേണം നമ്മൾ സ്കൂളിലേക്ക് അയക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതെല്ലാം ഊരിയെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കാം. അതിനുശേഷം ഇതിന് വേണ്ടതൊക്കെ നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങയില മെഴുക്ക് വരട്ടാനായിട്ട് ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ സവാളയുടെ പകുതിയാണ് ഇത് അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളി, വെളുത്തുള്ളി. അപ്പോൾ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. മുരിങ്ങയിലയൊക്കെ ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെക്കാം. ചീനച്ചട്ടിക്കകത്ത് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി കൂട്ടത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ഇതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇല കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു മെഴുക്കുവരട്ടി ഇതുവരെ ആരും വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാം ഇതുപോലെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മെഴുക്കുവരട്ടി അതിൻ്റെ പരുവത്തിനായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ലാസ്റ്റിലായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം വറ്റൽമുളക് ചതച്ചതോ മുളക് പൊടിയോ ചേർക്കാം. അപ്പോൾ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ലതാണ്. നല്ല ഒരുപാട് ഗുണങ്ങളുമുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുവരെ ആരും ഇങ്ങനെ ഒരു മെഴുക്കുവരട്ടി വെച്ച് നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ
ഉടനെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലായിടത്തും കിട്ടുന്നതല്ലേ മുരിങ്ങയില. അപ്പോൾ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്ത് ഇതുപോലെ ഒക്കെ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതേപോലെയുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോകളുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയിലത്തോരൻ നല്ല സൂപ്പറായിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം.